പച്ചക്കപ്പ ഉലർത്തിയതും അതിൻ്റെ കൂടെ നല്ല നാടൻ മത്തി. കൊള്ളാം അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. കപ്പ വേവിക്കാൻ നമുക്ക് വെള്ളം ഒഴിക്കാം. അതിലേക്ക് നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇവിടെ പതിയെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ്. ആദ്യം തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കപ്പകൾ കല്ലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഉപ്പിടാത്തത്. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് വാർക്കാം. ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന കപ്പയാണ്, അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് വാർക്കാം. നമ്മൾ അല്പം വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് തേങ്ങ ഇട്ടെടുക്കുകയാണ്. ചുവന്നുള്ളിയും കൂടെ ചതയ്ക്കാം. സാധാരണ മിക്സിക്കകത്ത് അരച്ച് ഒക്കെയാണ് എടുക്കുന്നത്. നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാം. പക്ഷെ ചിലരിങ്ങനെ ചെയ്യുന്നതുണ്ട്. ചില സ്ഥലത്തോട്ടൊക്കെ അങ്ങനെ അരപ്പ് വെക്കാറില്ല. വെളുത്തുള്ളി ചിലരിടാറില്ല. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളിലാണ് ഓരോ സ്ഥലത്തും കപ്പ വേവിക്കുന്നത്. കപ്പയ്ക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കണം. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കടുക് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അപ്പം ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില. ആയതുകൊണ്ട് ചൂടായി തുടങ്ങുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെക്കണം. ഇതിലേക്ക് നമുക്ക് അല്പം ചതച്ച മുളക് ചേർക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർക്കാം. ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. മീൻകറിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി നമ്മൾ ചതച്ചാണ് ഇടുന്നത്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഏകദേശം ഒരു അരക്കപ്പോളം ചുമന്നുള്ളിയുണ്ട്. അതുകൂടെ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിന് നല്ലത് ചതച്ചിടുന്നതാണ്. അരയ്ക്കുന്നതിനും ചതയ്ക്കുന്നതിനും ഒക്കെ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. അരിഞ്ഞിടുന്നതിന് ഇത് ചതച്ചാണ് നമ്മൾ എടുക്കുന്നത്. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉലുവ പൊട്ടി തുടങ്ങുമ്പോഴേക്കും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കിനും അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി. ഇവിടെ മസാല മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടി ആഡ് ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. നല്ല നിറവും കൊഴുപ്പും കിട്ടാൻ നല്ലതാണ്.
ഒരു 2 സ്പൂൺ സാദാ മുളക് പൊടി, അത് എരിവിന്. നമ്മൾ എത്രയാണോ സാദാ മുളക് പൊടി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സ് നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി മിക്സിലേക്ക് ചേർക്കാം. ഞാനൊരല്പം കൂടി വെള്ളം ഒഴിച്ചു. ഇത് നന്നായിട്ട് പൊടി മൂത്ത് വരണം. മസാലയൊക്കെ നല്ലപോലെ മൂത്ത് എണ്ണയൊക്കെ പതിയെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് കുടംപുളി ഇത്തിരി വെള്ളത്തിൽ കുതിർത്തത് ഇട്ട് കൊടുക്കാം. കുടംപുളിക്കൊന്നും അളവ് ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ കുടംപുളിക്കും ഓരോ പുളിയായിരിക്കും. ചിലവരുടേതിന് 1 ചോളം മതിയായിരിക്കും, ചിലരുടേത് 2 വെഞ്ച് വരും. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീനിട്ടു ഇളക്കമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറക്കി മീനിന്ന് വെള്ളം ഇറങ്ങും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇറങ്ങിയില്ലെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മളുടെ മീൻ കറി നല്ലാതെ ഒന്ന് പറഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് കറക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഇറങ്ങി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ അല്പം കറിവേപ്പില. നമുക്ക് മൂടി വെച്ച് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, എന്നാലേ ആ ഒരു ഫ്ലേവർ ഇറങ്ങുള്ളൂ. കപ്പ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. കപ്പ കഴിക്കുമ്പോൾ മത്തിക്കറി തന്നെയാണ് അതിന്റെ കോമ്പിനേഷൻ. കാരണം കപ്പയ്ക്കകത്ത് ചെറിയ കട്ടില്ലേ ഐസോസയനൈഡിന്റെ, അത് കുറയ്ക്കാൻ മത്തിയാണ് ബെസ്റ്റ്. അപ്പോൾ കുറച്ച് കപ്പയൊക്കെ എടുത്ത് ആ മത്തിയും കൂട്ടി